നമസ്കാരം. ഇന്ന് ജനക്ഷേമത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ആർമി വൈഫ്സ് വെൽഫെയർ അസോസിയേഷനെ കുറിച്ചാണ്. സൈനികരുടെ ഭാര്യമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആശ്രിതർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷനാണ് ആർമി വൈഫ്സ് വെൽഫെയർ അസോസിയേഷൻ. We are standing in a provision store in a gift shop. This is Inaya gift shop, which comes under aegis of AWA and FWO, Family Welfare Organization. We work with the families of serving personals or retired personals, Veer Naris, and we provide them empowerment and employment so that they do not find any financial issues in their life ahead. എൻ്റെ പേര് ചിത്രലേഖ പ്രദീപ്. ഞാൻ ലേറ്റ് മേജർ പ്രദീപ് കുമാർ കുട്ടിയുടെ വൈഫാണ്. ഞാൻ ഫാമിലി വെൽഫെയറിൽ 7 വർഷമായിട്ട് ഷോപ്പ് ഇൻചാർജായിട്ട് വർക്ക് ചെയ്യുന്നു. സാധനങ്ങൾ ഇവിടെ ചുരിദാർ മെറ്റീരിയലുണ്ട്, സാരിയുണ്ട്, ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട്. ഇവിടെ സാധനങ്ങളൊക്കെ പുറത്തേം കാട്ടി വില കുറവാണ്. ഇവിടെ എല്ലാവർക്കും സാധനങ്ങൾ വന്ന് വാങ്ങിക്കാം. ഞാനിവിടെ ജോലിക്ക് വന്നിട്ട് 7 വർഷമായി. പക്ഷേ ഇവിടെ ഓണറബിൾ അതോറിറ്റിയുടെ സപ്പോർട്ട് കാരണം എനിക്ക് ഇവിടെ നിന്ന് വിട്ടിട്ട് പോകാനേ തോന്നത്തില്ല. അത് അത്രയ്ക്ക് നമുക്ക് സപ്പോർട്ടാണ് ഇവിടെ. ഇവിടെ വർക്ക് ചെയ്യുന്നത് എക്സ് സർവീസിൻ്റെ വൈഫുണ്ട്, സർവീസ് വൈഫുണ്ട്, പിന്നെ വിഡോസ് ഉണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഇവിടെ ഒന്ന് വർക്ക് ചെയ്ത് ഇവിടെ സാധനങ്ങൾ ഇവിടെ കസ്റ്റമറാണ് നമ്മുടെ ഒരു മെയിനായിട്ടുള്ള ഒരു എനർജി. അപ്പോൾ കസ്റ്റമറെ കാണുകയും സെയിൽ നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ ടെൻഷനും മാറും. എൻ്റെ പേര് ധന്യ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡെത്തായിട്ട് 10 years ആയി. ഇപ്പോൾ ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 years ആയി. ഇവിടെ വരുന്നതിന് മുന്നേ വേറെ ഒത്തിരി സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എന്നെപ്പോലുള്ള ഒത്തിരി വിഡോസ് ഇവിടെ ഉള്ളത് കാരണം ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്നെ ഒത്തിരി ചേഞ്ച് ആയിരുന്നു. പിന്നെ ഫിനാൻഷ്യലി കുറെ ഇൻഡിപെൻഡൻ്റ് ആയി. എന്തുകൊണ്ട് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ നല്ല ഒരു ഇതായിരുന്നു. ഇവിടുത്തെ GCO ആയാലും SO ആയാലും നമ്മുടെ മാഡംസ് കമാൻഡ് എല്ലാവരും നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. I am Kuldeep, Director FWO. I have been working here since last year. We have taken care of families in Pangod Military Station. എൻ്റെ പേര് ഷീബ. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് വിനോദ്. എക്സ് സർവീസ്മെൻ ആണ്. ഞാനിവിടെ FWOയിൽ 2 വർഷമായി വർക്ക് ചെയ്യുന്നു. ഇതെൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. എൻ്റെ പേര് ശ്രീജ. ഇത് ഇവിടെ ഈ ഷോപ്പിൽ ഓൾ ഇന്ത്യ എന്നുള്ള എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. ഗിഫ്റ്റ് ഐറ്റംസ് ആണെങ്കിലും ക്ലോത്തിങ്സ് ആണെങ്കിലും എല്ലാം ഓൾ ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ട്. ഇവിടെ മൊറാദാബാദ്, ഗാജിപൂർ, ലക്നൗ എല്ലാ സ്ഥലത്തു നിന്നുമുള്ള സാധനങ്ങളുണ്ട് ഇവിടെ. ഞങ്ങളിവിടെ FWOയിൽ വിഡോസും എക്സ് സർവീസ്മെൻ്റെ വൈഫും എല്ലാവരും ഒരു കൂട്ടായ്മയായി വർക്ക് ചെയ്യുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും നല്ല രീതിയിൽ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് ഇവിടുന്ന്. ഞങ്ങളെല്ലാവരും നല്ല കോർഡിനേഷനായിട്ട് നല്ലതായിട്ട് ഇവിടെ വർക്ക് ചെയ്തു പോരുന്നു. നല്ലൊരു പ്രോജക്റ്റാണിത്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും അവസ്ഥകളിൽ നിന്നൊന്നും വരുന്നവരാണ് ഇവിടെയുള്ളവർ. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷത്തോടെ ഇവിടെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. FWO has worked really very hard in Pangod Military Station. We have opened Inaya coir mattresses centers and gift shops and provision stores. So our ladies, they come here, they learn how to do work, they learn how to do billing and different things here, and this helps in earning and running their households even when soldiers are not present.
എൻ്റെ പേര് രമ്യ. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സെൽവരാജ് എന്നാണ്. ഹസ്ബൻഡ് സർവീസിലിരിക്കെ, ആർമിയിൽ തന്നെ സർവീസിലിരിക്കെ മരണപ്പെട്ട ആളാണ്. ഞാനിവിടെ വന്നിട്ട് 2 വർഷമായി. ഇവിടെ ബില്ലിംഗ് ക്ലർക്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മെൻ്റലി ഡിപ്രഷൻ ടൈപ്പിലോട്ട് വന്ന അവസ്ഥയിലാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. വന്നപ്പോഴത്തേക്ക് ഇവിടെയുള്ള സ്റ്റാഫും സാറും എല്ലാം ഞങ്ങളെ ഫുൾ സപ്പോർട്ട് ചെയ്തു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചു. എനിക്കൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരാനും എല്ലാത്തിനും ഇവിടെ നിന്നുള്ള സപ്പോർട്ട് തന്നെയാണ് ഞങ്ങൾക്ക് അത് ഒരു ഹെൽപ്പാകുന്നത്. I am Sunita Singh, Director of Family Welfare Organization. We have taken care of our families who are staying here, Pangod Military Station, and we have taken many projects for the upliftment and betterment for the families here. ഈ സ്ഥാപനം ഫാമിലി വെൽഫെയർ ഓർഗനൈസേഷൻ്റെ കീഴിലാണ് നടക്കുന്നത്. ഇത് അവർക്ക് എക്സ് സർവീസുകാർക്കും സർവീസിലുള്ളവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വളരെ ഹെൽപ്ഫുള്ളാണ്. ഇവിടെ നിന്ന് ഞാൻ എല്ലാ മാസവും വരാറുണ്ട്. ഇവിടുത്തെ സാധനങ്ങൾ മാർക്കറ്റിനേക്കാളും വില കുറവാണ്. അതുകൊണ്ട് നമ്മളെപ്പോലുള്ളവർക്ക് ഇത് വളരെ പ്രയോജനകരമാണ്. ഫാമിലി മെമ്പേഴ്സിനും അവരുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇതൊരു വളരെ ഒരു സൗകര്യമായ ഒരു പ്രസ്ഥാനമാണ്. ആയിരത്തി 1966 ഈ ഒരു അസോസിയേഷൻ സ്ഥാപിതമായത്. ഈ അസോസിയേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സൈനിക ഉദ്യോഗസ്ഥരുടെ ജീവിത പങ്കാളികളെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും പുനരധിവാസം, അതുകൂടാണ്ട് അവർക്ക് തൊഴിൽ പരിശീലനം നൽകി അവരുടെ ശാക്തീകരണത്തിന് ലക്ഷ്യമിടുന്നു. AWA is a central agency by Indian Army, and FWO Family Welfare Organization works under aegis of AWA. Now FWO provides support to the ladies who need support, financial support and moral support, basically for empowerment of women. ഞങ്ങളിവിടെ FWOയിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഞങ്ങൾ വിഡോസാണ്. ഞാനിവിടെ വന്നിട്ട് 2 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ഇതുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം പോകുന്നത്. ഇവിടെ സാറന്മാരെല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ടാണ്. ഞാനിവിടെ ഫാമിലി വെൽഫെയർ ഓർഗനൈസേഷൻ FWOയിൽ ബില്ലിംഗ് ക്ലർക്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ കയറിയിട്ട് 5 വർഷമായി. ഞാൻ വന്ന സമയത്ത് എൻ്റെ മോള് ചെറുതായിരുന്നു, 3.5 വയസ്സായിരുന്നു. ഇപ്പോൾ അവൾ 8ൽ പഠിക്കുന്നു. ഇവിടെ വന്ന ശേഷം ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഞാനിവിടെ വന്ന ശേഷമാണ് വീട് വെച്ചത്. കുറച്ചും കൂടി ഒന്ന് ലൈഫ് ഒന്ന് സെറ്റിലായത്. ഇവിടെ ഉള്ള എല്ലാവരും എന്നെപ്പോലെ തന്നെ ഉള്ളവരാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും അവരെല്ലാവരും നമുക്ക് സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കും. ഇവിടെ വന്ന ശേഷം എല്ലാവരും നല്ല സ്റ്റേബിളാണ്. ഈ കിട്ടുന്ന സാലറിയും കൂടെ കൊണ്ട് തന്നെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നല്ല ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും. എൻ്റെ പേര് സുമ. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അനിൽകുമാർ. ഞാനിവിടെ FWOയിൽ ജോയിൻ ചെയ്തിട്ട് 10 വർഷമായി. ബില്ലിംഗ് ക്ലർക്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഹസ്ബൻഡ് ഡെത്തായിട്ട് 19 വർഷമായി. ഇവിടുത്തെ വരുമാനം കൊണ്ട് മോളെ പഠിപ്പിച്ചു, ഒരു വീടുണ്ടാക്കി. എല്ലാം ഇവിടുത്തെ ഒരു സപ്പോർട്ട് കൊണ്ടാണ്. എല്ലാവരും നല്ല ഒത്തൊരുമയോടുകൂടി ഉള്ള ഒരു സ്ഥാപനമാണ് FWO.
ഞാൻ 3 വർഷമായിട്ട് FWAയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളോടൊപ്പം ഇവിടെ 7 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. സർവീസ് വുമൺ, അടുത്ത എക്സ് സർവീസിലുള്ള അവരുടെ വൈഫ്, പിന്നെ വിഡോസ്, അവർ നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ എക്സ് സർവീസിലുള്ളവർ കുറച്ച് സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ സിവിലിലുള്ളവരും വെച്ചിട്ടുണ്ട്. ഫാമിലി വെൽഫെയറിൽ നമുക്ക് ആവശ്യമായ എല്ലാ വെൽഫെയർ ഉണ്ട്. ഫാമിലി വെൽഫെയർ സെൻ്റർ ഇവർക്കും വേണ്ടി ഇത് ഒരു വലിയ ഒരു സഹായമായിട്ടും പിന്നെ കൺസ്ട്രക്ഷൻ റേറ്റിലുമാണ് ഒന്നാം തരം ക്വാളിറ്റിയിലുള്ള സാധനങ്ങളുമാണ് ഇവിടെ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാമിലി വെൽഫെയർ ഓർഗനൈസേഷനിൽ സൈനികരുടെയും വിരമിച്ച സൈനികരുടെയും മരണപ്പെട്ട സൈനികരുടെയും ഭാര്യമാർ നടത്തി വരുന്ന ഗിഫ്റ്റ് ഷോപ്പ്, കോയർ ഫെഡിൻ്റെ ഔട്ട്ലെറ്റ്, പ്രൊവിഷൻ സ്റ്റോർ തുടങ്ങിയവ പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ നടത്തി വരുന്നുണ്ട്. 26ഓളം വനിതകളാണ് പ്രവർത്തിച്ചു വരുന്നത്. ഇവിടെ വർക്ക് ചെയ്യുന്നതിൽ ഭൂരിഭാഗവും സർവീസിൽ നിന്ന് വിരമിച്ചവരുടെ ഭാര്യമാരും ഓൾറെഡി ഹസ്ബൻഡ് ഇല്ലാത്തവരാണ്. പിന്നെ സർവീസിലിരിക്കെ മരിച്ചവരുടെ ഭാര്യമാരും പിന്നെ എക്സ് സർവീസ്മെൻ്റെ ഭാര്യമാരുമാണ് ഉള്ളത്. കൂടുതലും ഉള്ളതെല്ലാം വിഡോസ് തന്നെയാണ്. ആദ്യം നമുക്ക് മറ്റാണെങ്കിൽ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ഫീലിങ്ങും ആരുമില്ല എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവുമായിരുന്നു. ഇവിടെ വന്ന് കുറേ ആയ ശേഷം നമ്മുടെ സ്വഭാവത്തിന് നമുക്ക് കുറേ ചേഞ്ചസ് ഒക്കെ വരും. നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാം നമുക്ക് ഷെയർ ചെയ്യാനും ഒക്കെ പറ്റും. എല്ലാവരും ഫുള്ള് സപ്പോർട്ടാണ്. എല്ലാവരും ഒരാളുടെ വിഷമത്തിന് മറ്റേയാൾ എപ്പോഴും ഒപ്പം തന്നെ ഉണ്ടാവും. അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് നല്ലത് പറഞ്ഞു കൊടുക്കാനും എല്ലാം ഉണ്ടാവും. എൻ്റെ പേര് സംഗീത. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് രജിത. ഞങ്ങൾ ഫാമിലി വെൽഫെയർ FWOയുടെ ഫാമിലി വെൽഫെയർ ഓർഗനൈസേഷനിലാണ്, അതിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അതിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ല സഹായമാണ്, ഫാമിലിക്കായാൽ നല്ല സഹായമുണ്ട്. ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 9 മാസമായി. പിന്നെ എൻ്റെ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ ഹവിൽദാർ രാജേഷ് സാറിൻ്റെ വൈഫാണ് ഞാൻ. എനിക്കൊരു മോളുണ്ട്, അവൾ 10th പഠിക്കുന്നു. പിന്നെ നമുക്ക് ഈ ഷോപ്പ് കൊയർ ക്രാഫ്റ്റിൻ്റെ മാട്രസും മാറ്റ്, പിന്നെ കൊയറിൻ്റെ തന്നെ പോട്ടുണ്ട്, അതൊക്കെയാണ് നമുക്ക് ഉള്ള സെയിലിനുള്ള ഐറ്റംസ്. ഇവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് നല്ല സഹായകമാണുള്ളത്. അതിൽ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. നമ്മൾ വിഡോസാണ്. ജോലിക്ക് കയറിയിട്ട് 7 വർഷമായി. നമുക്ക് ഈ ജോലികളുണ്ടെങ്കിലേ ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. ഈ ജോലി കിട്ടിയതുകൊണ്ടാണ് നമ്മൾ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചതും. നല്ല സപ്പോർട്ടാണ് AG സാറും SO സാറും, നല്ല സപ്പോർട്ടാണ് നമുക്ക്. നമ്മുടെ ഫാമിലിക്ക് എല്ലാം സന്തോഷമാണ് ഇവിടുത്തെ ജോലി കൊണ്ട്. പുറത്തേക്കാട്ടും നമുക്ക് സേഫ്റ്റിയാണ് ഇവിടെ ജോലി ചെയ്യാൻ. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഫാമിലി വെൽഫെയർ ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങൾ. മരണപ്പെട്ട അല്ലെങ്കിൽ വിരമിച്ച സൈനികരുടെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ഭാര്യമാർക്ക് മെച്ചപ്പെട്ട രീതിയിൽ ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ FWOയുടെ പങ്ക് വളരെ നിർണായകമാണ്. ഇതുകൂടാതെ സേവനമനുഷ്ഠിക്കുന്ന സൈനികരുടെ ഭാര്യമാർ നടത്തുന്ന ഒരു സംരംഭം കൂടി
പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നു. വെർജിൻ കോക്കനട്ട് ഓയിൽ നിർമ്മാണമാണ് അത്. ശ്രീമതി കുൽദീപ് കൗറിൻ്റെ നേതൃത്വത്തിലുള്ള ട്രെയിൻഡായ കുറച്ച് വനിതകൾ ചേർന്ന് നിർമ്മിച്ചെടുക്കുന്ന നിയോജിൻ എന്ന വെർജിൻ കോക്കനട്ട് ഓയിൽ ക്യാൻറ്റീനടുത്ത് പ്രവർത്തിക്കുന്ന പ്രൊവിഷൻ സ്റ്റോർ വഴിയാണ് വിൽപ്പന നടത്തുന്നത്. So this is a project started by Pangod Military Station. This is Virgin Coconut Oil project. In this project we have selected few ladies, like 6 or 7 ladies we have selected from our station of serving army personals. They are taught, they are trained how to take out virgin coconut oil from the coconuts available in Kerala. She is the head. Rupali Bhardwaj, Lakshmi, Sonam, Manvi, Santoshi, Kavita and Poonam Bisht. Now it is a basic, very basic, it is a cold pressed oil, so very useful for us and very healthy also. So the ladies are trained here and this cycle goes on, like 7-8 ladies will be trained now. Now they'll be working for a few days, they'll be learning how to do it, when they'll be proficient, they'll be teaching 7-8 more ladies. So this cycle goes on. So like this complete set of ladies who are posted presently in Pangod Military Station are trained. When they leave the station, they are trained. This project is called Niyojan. Niyojan, which in Sanskrit means empowerment. So basically we are empowering our ladies. If after retirement or when they settle down somewhere, they want to earn money, this is a new thing they have learned. They can earn money through this also. So this coconut oil in different measurements is exclusively available in Pangod Military Station canteen provision stores. And also it is kept in some of the shops outside. हमारे प्राचीन ग्रंथों से ही, हमारे पुराने समय से ही नारियल तेल का उपयोग किया जाता रहा है और इसे स्वच्छता के रूप में माना जाता है। हम यहाँ देखेंगे कि किस तरह से नारियल तेल बनाया जाता है, किस तरह से गुणकारी होता है। बाज़ार में जो प्रोडक्ट मिलता है उसमें उच्च तापमान पर बनाया जाता है जिससे कि उसके गुणधर्म नष्ट हो जाते हैं, परंतु जब हम यहाँ पे इस तरीके से नारियल तेल को बनाते हैं तो सूर्य के प्रकाश में बनाते हैं और इसके गुणधर्म सारे बरकरार रहते हैं। जो ये मलाई हमें मिलती है, हम इसको सनलाइट में रखते हैं। सनलाइट में रखने के बाद इसको वापस से फ्रीज़ में रखा जाता है। फ्रीज़ में नेक्स्ट डे हमें एक मोटी लेयर मिलती है जिससे कि हमें कोकोनट ऑयल मिल जाता है। So next project for the ladies, we will be starting in a few days, which would be on the basis of textile designing. Certain art will be taught to our ladies, like block printing and screen printing, batik printing. Any more, all some of these arts will be taught to them. ഇന്ത്യയുടെ ഏത് ഭാഗത്താണെങ്കിലും എവിടെയൊക്കെ സൈന്യമുണ്ട് അവിടെ എല്ലായിടത്തും കുടുംബങ്ങൾക്കും വനിതകൾക്കും ഭാര്യമാർക്കും വേണ്ടിയിട്ടുള്ള ഒരു അസോസിയേഷൻ എല്ലായിടം തന്നെ ഉണ്ട്. അത് എയർഫോഴ്സിനാണെങ്കിലും നേവിക്കാണെങ്കിലും ആർമിക്കാണെങ്കിലും ഇതെല്ലാം തന്നെ ലക്ഷ്യമിടുന്നത് കുടുംബത്തിൻ്റെ ഭദ്രത സൂക്ഷിക്കാനും വനിതകളുടെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ടാണ്. അങ്ങനെ ആർമി വൈഫ്സ് വെൽഫെയർ അസോസിയേഷൻ വനിതകളുടെ മാനസിക, സാമ്പത്തിക, സാമൂഹിക ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന അസോസിയേഷനാണ്.